എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 13 ക്ഷേത്രജ്ഞ വിഭാഗയോഗം. സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ആ പരമാത്മ ചൈതന്യം ഓരോ വസ്തുക്കൾ നശിക്കുമ്പോഴും നശിക്കാത്തതായി നിലനിൽക്കുന്നതായിട്ട് ആരാണോ അറിയുന്നത്, കാണുന്നത്, അവൻ യഥാർത്ഥത്തിൽ അറിയേണ്ടതിനെ അറിയുന്നു എന്ന് ആണ് 28ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ് നമ്മൾ നിർത്തിയത്. ഇന്ന് 29ാമത് ശ്ലോകം മുതൽക്ക് നോക്കാം. ശ്ലോകം 29. ശ്ലോകം 29. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹി നസ്ത്യാത്മനാത്മാനം തതോ യാതി പരാം ഗതിം. സർവത്ര ദിക്കിലും, സമം സമവസ്ഥിതം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ പശ്യൻ, ആ ഈശ്വരനെ കാണുന്നവൻ, ആത്മാനം ആത്മാവിനാൽ ആത്മാവിനെ നഹിനസ്തി നശിപ്പിക്കുന്നില്ല, തഥ പരാംഗതിയും യാതി അതുകൊണ്ട് തന്നെ ആ പരമപദത്തെ പ്രാപിക്കുന്നു എന്ന്. എല്ലാറ്റിലും ആ പരമാത്മാവിനെ കാണുന്നവൻ തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതും ആ പരമാത്മ ചൈതന്യം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഒരു തരത്തിലും നശിപ്പിക്കാൻ ഇടവരുത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ പരമപദത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ആ പരമാത്മ ചൈതന്യമാണ്, താൻ ഈശ്വരാംശമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി ആ ചൈതന്യത്തെ, ആ ആത്മാവിനെ നശിക്കാൻ ഇടവരുത്തില്ല. ഉള്ളിലേക്ക് എടുക്കുന്നത്, ഇല്ലെങ്കിൽ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും എല്ലാം ഉള്ളിലേക്ക് എടുക്കുന്നത് എല്ലാം നല്ലത് തന്നെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹി നസ്ത്യാത്മനാത്മാനം തതോ യാതി പരാം ഗതിം. ശ്ലോകം 30. പ്രകൃത്യേവ ച കർമാണി ക്രിയമാണാനി സർവശഃ യ പശ്യതി തഥാത്മാനമകർത്താരം സ പശ്യതി. സർവശഃ കർമാണി എല്ലാ കർമ്മങ്ങളും പ്രകൃത്യാ ഏവ ക്രിയമാണാനി പ്രകൃതി തന്നെയാണ് ചെയ്യുന്നത് എന്ന്, തഥാ ആത്മാനം അകർത്താരം ച ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്നും, യ പശ്യതി ആരാണോ കാണുന്നത്, ആരാണോ അറിയുന്നത്, സ പശ്യതി അവൻ ആ പരമാർത്ഥത്തെ കാണുന്നു, പരമാർത്ഥത്തെ അറിയുന്നു എന്ന്. കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് പ്രകൃതിയാണ്. ഒന്നും ചെയ്യാത്തവനായി ആത്മാവിനെ ആരാണോ കാണുന്നത് അവൻ യഥാർത്ഥമുള്ളതിനെ കാണുന്നു, യഥാർത്ഥമുള്ളതിനെ അറിയുന്നു എന്ന്. 30ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. പ്രകൃത്യേവ ച കർമാണി ക്രിയമാണാനി സർവശഃ യ പശ്യതി തഥാത്മാനമകർത്താരം സ പശ്യതി. ശ്ലോകം 31. യഥാ ഭൂതപൃഥഗ്ഭാവമേകസ്ഥമനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തഥാ. ഭൂതപൃഥക് ഭാവം, ഭൂതങ്ങളുടെ വെവ്വേറെയുള്ള ഭാവം, അതായത് പുറമേയുള്ള ഓരോന്നിൻ്റെയും വേറെയുള്ള രൂപനാമവ്യത്യാസങ്ങൾ ഏകസ്ഥം ഒന്നിൽ നിന്നാണ് ഉണ്ടായത്, ഇല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന്. തത ഏവ വിസ്താരം ച അതിൽ നിന്ന് തന്നെയാണ് വിപുലമായത് എന്നും. തഥാ അനുപശ്യതി എപ്പോൾ കാണുന്നുവോ, തഥാ ബ്രഹ്മ സമ്പദ്യതേ അപ്പോൾ ആ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നു എന്ന്. നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാത്തിൻ്റെയും ഭാവങ്ങളും രൂപങ്ങളും എല്ലാം ഒന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് എപ്പോഴാണോ തിരിച്ചറിയുന്നത് അപ്പോൾ അയാൾ ആ ബ്രഹ്മപദത്തെ, പിന്നെ വേറെ ഒന്നിലേക്കും ശ്രദ്ധ മാറിപ്പോവില്ല, പിന്നെ ആ ഏകാഗ്രത അവിടെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ബ്രഹ്മപദത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. യഥാ ഭൂതപൃഥക് ഭാവമേകസ്ഥമനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തഥാ. ശ്ലോകം 32. അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോപി ന ലിപ്യതേ. അനാദിത്വാത് നിർഗുണത്വാത്
അതായത് ആദിയില്ലാത്തവനും ഗുണരഹിതനും ആയതുകൊണ്ട് അവ്യയ അയം പരമാത്മാ, ആ അനശ്വരനായ പരമാത്മാവ് ശരീരസ്ഥ അപി, ശരീരത്തിൽ കുടികൊള്ളുന്നു എങ്കിൽ പോലും ന കരോതി, ഒന്നും ചെയ്യുന്നില്ല, ന ലിപ്യതേ, ഈ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും ഏൽക്കുന്നും ഇല്ല എന്ന്. ന ലിപ്യതേ, ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും ഏൽക്കുന്നില്ല. മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നിൻ്റെ പുറകെ ആഗ്രഹിച്ച് അതിൽ നിന്നും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, അതൊന്നും ആരെ ബാധിക്കുന്നില്ല? ആ പരമാത്മ ചൈതന്യത്തെ ബാധിക്കുന്നില്ല എന്ന്. അല്ലയോ അർജുന, ആദിയില്ലാത്തവനും ഗുണമില്ലാത്തതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ത്രിഗുണങ്ങളുണ്ട് കേട്ടോ, സത്വരജസ് തമോ ഗുണങ്ങൾ. പക്ഷേ ഈ പരമാത്മ ചൈതന്യം ഈ 3 ഗുണങ്ങൾക്കും അപ്പുറമാണ്. നമ്മൾ മുൻപ് പഠിച്ചതാണത്. അങ്ങനെയുള്ള ആ പരമാത്മാവ്, നാശമില്ലാത്ത പരമാത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ പോലും ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നുമായിട്ടും ബന്ധപ്പെടുന്നുമില്ല എന്ന്. ശ്ലോകം 32 ഒന്നുകൂടെ നോക്കാം. അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. ശ്ലോകം 33. യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ. ഓരോ ശ്ലോകങ്ങളും ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. 32ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ശരീരത്തിൽ നിൽക്കുന്ന ആ ചൈതന്യം, ആത്മാവ് ഒന്നുമായിട്ട് ബന്ധപ്പെടാതെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് 33ാമത്തെ ശ്ലോകത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. സർവഗതം ആകാശം, സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആകാശം ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. അത് വളരെ സൂക്ഷ്മവുമാണ്, സൗക്ഷ്മ്യാത്. അതുകൊണ്ട് തഥാ ന ഉപലിപ്യതേ, അത് മലിനപ്പെടുന്നില്ല എന്ന്. നിറഞ്ഞു നിൽക്കുന്നത്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ചെയ്യുന്ന അത് സൂക്ഷ്മവുമായതുകൊണ്ട് അതിനെ മലിനപ്പെടുത്താൻ സാധിക്കില്ല. അതേപോലെ തഥാ സർവത്ര ദേഹേ, അതേപോലെ ദേഹത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ പരമചൈതന്യം അവസ്ഥിത ആത്മാ, ആ കുടികൊള്ളുന്ന ആത്മാവ് ന ഉപലിപ്യതേ, അത് മാലിന്യമേക്കുന്നില്ല, മലിനപ്പെടുത്താൻ സാധിക്കില്ല എന്ന്. ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആകാശം വളരെ സൂക്ഷ്മമായതുകൊണ്ട് തന്നെ ഒന്നുമായിട്ടും ബന്ധപ്പെടുന്നില്ല. അതേപോലെ തന്നെ ശരീരം നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം വളരെ സൂക്ഷ്മമാണ്, കാണാൻ സാധിക്കാത്തതായതുകൊണ്ട് ഒന്നുമായിട്ടും ബന്ധപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ തുടർച്ചയാണ് അടുത്ത ശ്ലോകം. 33ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. യഥാ സർവഗതം സൗക്ഷ്മ്യാദാകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ. ശ്ലോകം 34. യഥാ പ്രകാശയത്യേക കൃത്സ്നം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃത്സ്നം പ്രകാശയതി ഭാരത ഏക രവി. അർജുന, ഏകനായ സൂര്യൻ കൃത്സ്നം ഇമം ലോകം, ഈ ലോകത്തെ മുഴുവൻ തഥാ പ്രകാശയതി തഥാ പ്രകാശിപ്പിക്കുന്നത് പോലെ ക്ഷേത്രം കൃത്സ്നം ക്ഷേത്രീ, ആ പരമാത്മ ചൈതന്യം ആ ശരീരത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. ഏറ്റവും നല്ലൊരു ഉദാഹരണത്തിൽ കൂടിയാണ് അതിനെ വിശദീകരിക്കുന്നത്. ഇതിലും നല്ലൊരു ഉദാഹരണം ഇനി പറയാനും പറ്റില്ല. അതായത്, അല്ലയോ അർജുന, ഒരു സൂര്യൻ ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്നത് പോലെ ക്ഷേത്രജ്ഞൻ ശരീരത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. 34ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. യഥാ പ്രകാശയത്യേക കൃത്സ്നം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃത്സ്നം പ്രകാശയതി ഭാരത. 35ാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് ഇത്രയും പറഞ്ഞതിനെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നോക്കാം. ശ്ലോകം 35. ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുർയാന്തി തേ പരം. ഏവം, ഇപ്രകാരം ക്ഷേത്രക്ഷേത്രജ്ഞന്മാർ തമ്മിലുള്ള അന്തരം, ആ വ്യത്യാസം, ആ ഭേദം, ഭൂതപ്രകൃതിമോക്ഷം ച, ആ ജീവരാശികൾക്ക് പ്രകൃതിബന്ധത്തിൽ നിന്നുള്ള മോക്ഷത്തെയും ജ്ഞാനചക്ഷുഷ, ജ്ഞാനചക്ഷുസ്സുകൊണ്ട് യേ വിദു,
അറിയുന്നത് ആരാണോ തേ പരം യാന്തി അവർ പരമപദത്തെ പ്രാപിക്കുന്നു എന്ന്. ക്ഷേത്രജ്ഞന്മാർ തമ്മിലുള്ള ആ വ്യത്യാസം ജീവരാശിക്ക് സംസാരബന്ധനത്തിൽ നിന്നും മോക്ഷം പ്രാപിക്കാനുള്ള മാർഗത്തെ എങ്ങനെ കണ്ടെത്താം എന്നാണ് പറയുന്നത്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ മനനം ചെയ്ത് നമ്മുടെ ഉള്ളിലെ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കുന്ന ആരാണോ ആ വ്യക്തി പരമപദത്തെ പ്രാപിക്കും എന്ന്. അതുകൊണ്ട് നമ്മളിത് വായിച്ച് നിർത്തി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പൂർത്തിയായി എന്ന് വിചാരിക്കരുത്. ഇത് ഉള്ളിലിട്ട് മനനം ചെയ്ത് ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടെത്തേണ്ടതാണ് എന്നർത്ഥം. അതിൻ്റെ തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശ്ലോകം 35. ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുർയാന്തി തേ പരം. ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന 13ാമത് അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസൂപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ക്ഷേത്രജ്ഞ വിഭാഗയോഗോ നാമ 13ോധ്യായ. സർവം കൃഷ്ണാർപ്പണമസ്തു.